ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നാം ഇപ്പോൾ വെളിപാട് 12-ാം അധ്യായത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തിന്മയുടെ ശക്തികൾ ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നതും അതേ തുടർന്ന് സ്വർഗവാസികൾ സന്തോഷിക്കുന്നതും നമ്മൾ കണ്ടു. ഇനി തിന്മയുടെ ശക്തികൾ ഭൗമിക തലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ തിന്മയുടെ ശക്തികൾ അതിന് പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം വഴിയാണ് എന്നും നമ്മൾ കണ്ടു. തുടർന്നുള്ള ഭാഗത്ത് ഈ തിന്മയുടെ ശക്തികൾ സർപ്പം അത് സ്ത്രീയുടെ നേരെ ദൈവജനത്തിന് നേരെ തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിനി ആ ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. പന്ത്രണ്ടാം അധ്യായം 15-ാമത്തെ വാക്യം, സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. അപ്പോൾ അതിന് പശ്ചാത്തലമായിട്ട് ചെങ്കടലിൻ്റെ ആ ഒരു ചിത്രം നമ്മൾ എടുത്തു. ഇനി തുടർന്നുള്ള വാക്യത്തിൽ 16-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, എന്നാൽ ഭൂമി സ്ത്രീയെ സഹായിച്ചു, അത് വായി തുറന്ന് വ്യാളി വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ചെങ്കടലിൻ്റെ പ്രതീകം നിഴലിക്കുന്നത് കാണാം. അപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് തടസ്സമായിട്ട് നിന്ന ആ ചെങ്കടൽ അത് വറ്റിച്ച് ദൈവം അവരെ അക്കരയ്ക്ക് കടത്തുന്നു. അതുപോലെ തന്നെ ഇതിന് സമാനമായിട്ടുള്ള വേറെയും ചിത്രങ്ങൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നോഹയുടെ കുടുംബത്തെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നതും നമുക്ക് ഇതിന് സമാനമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതുമല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ കോറഹിനെയും അനുയായികളെയും ജീവനോടെ ഭൂമി പിളർന്ന് അത് വിഴുങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ തിന്മ പ്രവർത്തിച്ചവരെ ആണ് ഭൂമി വിഴുങ്ങുന്നത്. അപ്പോൾ തിന്മയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രതീകമാണ് ഇവിടെ കാണുക. അപ്പോൾ ഭൂമി വായ് തുറന്ന് ഈ ജലത്തെ വിഴുങ്ങുക എന്ന് പറയുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ എപ്രകാരം ആ ചെങ്കടലിലെ ജലം വറ്റിച്ച് രക്ഷപ്പെടുത്തി അതുപോലെ ഇവിടെ രക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി ഇവിടെ പറയുന്ന വാക്യം വ്യാളി ഒഴുക്കിയ നദി എന്ന് പറയുമ്പോൾ എന്താണ് വ്യാളി ഒഴുക്കിയ നദി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്? അത് ചരിത്രത്തിൽ എന്നും സന്നിഹിതമായിരിക്കുന്ന ആ തിന്മയുടെ ശക്തികൾ തന്നെയാണ്. തിന്മയുടെ എല്ലാ സംവിധാനങ്ങളെയുമാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ ഇടപെട്ട് ഈ തിന്മയുടെ ശക്തികളെയൊക്കെ ഇല്ലാതാക്കും എന്നുള്ള ഒരു പ്രത്യാശയും ദൈവജനത്തിന് ഇവിടെ നൽകുന്നുണ്ട്. ഇനി തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. 17-ാമത്തെ വാക്യം, അപ്പോൾ വ്യാളി സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഇപ്പോൾ വ്യാളി സ്ത്രീയോട് കോപിച്ചു. എന്തിന് വ്യാളി സ്ത്രീയോട് കോപിക്കുന്നത്? അത് സാത്താൻ്റെ ഉദ്യമങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ താൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ജനത്തെ കീഴ്പ്പെടുത്തുവാൻ അവയ്ക്ക് സാധിക്കുന്നില്ല എന്നറിയുമ്പോഴുള്ള അതിൻ്റെ പരിഭ്രാന്തിയാണ് ഈ കോപത്തിൽ നിഴലിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ നേരെ കോപിച്ചു. ഇനി അത് ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ സന്താനങ്ങളോട്. ഇപ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ, അപ്പോൾ പാലിക്കുക, ഇപ്പോൾ നമ്മൾ ആ പദം
നമ്മൾ നേരത്തെ വിശകലനം ചെയ്തതാണ് 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവകൽപ്പനകളോട് പൂർണ്ണമായിട്ടും വിശ്വസ്തത പുലർത്തുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരാധന സമൂഹം ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുന്നവരാണ്. ഇനി രണ്ടാമത്തേത് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമാണ്. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവർ, അപ്പോൾ അതിന് പല അർത്ഥധ്വനികളുണ്ട്. യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുക, അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യം അത് എവിടെയാണ്? അപ്പോൾ യേശു നൽകിയ സാക്ഷ്യം തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് സാക്ഷ്യം നൽകി. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യത്തോട് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ ആ യേശുവിൻ്റെ ആ കുരിശുമരണത്തിൽ പങ്കുചേരുക എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ കുരിശോളം വന്ന അവിടുത്തെ യേശുവിൻ്റെ വിശ്വസ്തത, ആ വിശ്വസ്തതയിലാണ് ഈ ദൈവജനവും പങ്കുചേരുന്നത്. അപ്പോൾ തങ്ങളുടെ ജീവൻ സമർപ്പിച്ചു കൊണ്ടുപോലും, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു ജീവനെപ്പോലും അവർ സ്നേഹിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് രക്തസാക്ഷിത്വം വരിക്കുവാൻ പോലും അവർ തയ്യാറാകുന്നു. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ദൈവജനത്തിന് നേരെയാണ് ഈ വ്യാളി തിരിയുന്നത്. അപ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങൾ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാനായിട്ട് അത് പുറപ്പെട്ടു. അപ്പോൾ ശേഷിച്ച സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്നവർ. അപ്പോൾ യേശുവിനോട് വിശ്വസ്ത പുലർത്തുന്നവർ അവർ ഒരു വിധത്തിൽ പറഞ്ഞാൽ സാത്താനെ കാൽ കീഴിലാക്കുന്നവരാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16:20 പറയുന്നുണ്ട്, അവർ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അപ്പോൾ സഭ ദൈവ സംരക്ഷണത്തിലാണെങ്കിലും ഓരോ വിശ്വാസിയും പ്രലോഭനങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഈ ദൈവജനത്തോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഈ വ്യാളി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൗമിക തലത്തിൽ തിന്മയുടെ ശക്തികളുമായിട്ടുള്ള സംഘർഷം എന്നും ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇവിടെ ഈ 12-ാം അധ്യായത്തിലെ 3-ാമത്തെ ഭാഗത്ത് അവിടെയാണല്ലോ സ്ത്രീയുടെ ആ പ്രതീകം വീണ്ടും അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ത്രീക്ക് സംരക്ഷണം നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ആ സഭ, ആരാധന സമൂഹം കടന്നു പോകേണ്ട ആ സംഘർഷത്തിൻ്റെ സമയത്തെക്കുറിച്ചുകൂടി ഇവിടെ പറയുന്നു. അപ്പോൾ തിന്മയുമായിട്ടുള്ള സംഘർഷം അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് യാതൊരു മോചനവുമില്ല. അപ്പോൾ ആ സംഘർഷത്തിൽ ഇവർ നേരിടേണ്ടി വരുന്ന സഹനവും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം തീർച്ച, ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ തന്നെയാണ്. ഇനി തുടർന്നുള്ള വാക്യം 12-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിന്നു. അപ്പോൾ സർപ്പം, വ്യാളി സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിന്നു. ഇപ്പോൾ മണൽത്തിട്ടയിൽ നിന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ അർത്ഥമാകുന്നത്? അപ്പോൾ മണൽത്തിട്ടയിൽ എന്ന് പറയുമ്പോൾ അത് കടലിൽ നിന്ന് കയറി വരുന്ന ആ സർപ്പത്തെ അവതരിപ്പിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നുണ്ട്. അത് ഒരർത്ഥം മാത്രമാണ്. ഇനി യുദ്ധം ചെയ്യുവാനായിട്ട്, പോരാടുവാനായിട്ട് അത് നിൽക്കുന്നു. അപ്പോൾ സഭയോട് പോരാടുവാനായിട്ട് സാത്താൻ എന്നും തയ്യാറായി നിൽക്കുന്നു എന്നിത് അർത്ഥമാക്കുന്നു. അപ്പോൾ തിന്മയുടെ ആ ആക്രമണം, അത്, ആ സംഘർഷം, അത് എന്നും ദൈവജനം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ മണൽത്തിട്ടയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? മണൽത്തിട്ട നമുക്കറിയാം, സമുദ്രതീരത്തുള്ള മണൽത്തിട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മണലാണ്. എന്നാൽ ഉണങ്ങിക്കിടക്കുന്ന ആ മണൽത്തിട്ടയിലൂടെ നടന്നു നോക്കുക, നമുക്ക് ഓരോ ചുവടുകൾ വെച്ച് മുന്നേറുക അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. ഇനി ഈ മണൽത്തിട്ടയിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ഒരു പ്രശ്നം എന്താണ്? നമുക്കൊരു യുദ്ധം ചെയ്യുവാനായിട്ട്, പോരാടുവാനായിട്ട് നമുക്ക് എന്താണ് പ്രഥമമായിട്ടും വേണ്ടത്? നല്ല ഉറച്ച അടിത്തറ. ഇപ്പോൾ മണൽത്തിട്ടയിൽ നിന്ന് യുദ്ധം ചെയ്താൽ നമുക്കറിയാം അത് ഉറച്ച ആ പ്രതലമല്ലാത്തതുകൊണ്ട് നമുക്ക്
ഉറച്ച സ്റ്റെപ്പ് എടുക്കുവാനൊക്കെ സാധിക്കുകയില്ല, ആക്രമണം നടത്തുവാനൊക്കെ സാധിക്കുകയില്ല. അപ്പോൾ മണൽത്തിട്ടയിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പരാജയപ്പെടുന്നതിൻ്റെ ഒരു മുന്നോടി തന്നെയാണ്. അപ്പോൾ വളരെ പരിഹാസ്യദ്യോതകമായിട്ട് തന്നെയാണ് ഗ്രന്ഥകാരൻ ഇവിടെ സർപ്പത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അത് നിൽക്കുന്നത് മണൽത്തിട്ടയിലാണ്, ഉറച്ച പ്രതലത്തിലൊന്നുമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആക്രമണം പരാജയത്തിൽ അവസാനിക്കുകയുള്ളൂ എന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ പരാജയപ്പെടുന്ന ഈ ആക്രമണത്തെ നാം ഭയപ്പെടേണ്ടത് എന്തിനാണ്? അപ്പോൾ ഈ 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോഴേക്കും നമ്മൾ കാണുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, തിന്മയുടെ ശക്തികൾ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇനി അവയ്ക്ക് അപരിമിതമായിട്ടുള്ള ശക്തിയൊന്നുമില്ല. അപ്പോൾ അവയ്ക്ക് ആത്യന്തികമായിട്ട് നമ്മെ പരാജയപ്പെടുത്തുവാനായിട്ട് ദൈവജനത്തെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയൊന്നുമില്ല. പക്ഷേ ഭൗമിക തലത്തിലുള്ള അവയുടെ ആക്രമണം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ആക്രമണം അത് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ തിന്മയുമായിട്ടുള്ള സംഘർഷം, പോരാട്ടം അതുമെന്ന് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ മറുവശത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം എന്നും ഉണ്ടായിരിക്കും ഈ പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുവാനായിട്ട്. ഇനി ദൈവജനം എന്താ ചെയ്യേണ്ടത്? അവർ ക്രിസ്തുവിനോട് വിശ്വസ്ത പുലർത്തുക, അവിടുത്തെ സാക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തുക. എന്നിട്ട് വീണ്ടും പറയുന്നു, ഈ തിന്മയുടെ ശക്തികൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നെങ്കിൽ പോലും അത് പരാജയത്തിൽ അവസാനിക്കുന്ന ആക്രമണം എന്ന് അറിയുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവയെ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സംഘടനത്തെക്കുറിച്ചെല്ലാം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പശ്ചാത്തലമായിട്ട് യോഹന്നാൻ എടുക്കുന്നത് ഈ റോമ സാമ്രാജ്യത്തിൻ്റെ വ്യവസ്ഥകളുമൊക്കെയാണ്. അപ്പോൾ സഭയ്ക്കെതിരെ തിരിയുന്ന കരയും കടലുമൊക്കെ അടക്കി ഭരിക്കുന്ന റോമ സാമ്രാജ്യത്തെ ഇവിടെ ഈ ഭീകര ജീവികളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു ആക്രമണം മാത്രമല്ല, അല്ലെങ്കിൽ അവർ ദൈവജനത്തെ, ആരാധന സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് മാത്രമല്ല ഇവിടെ അവതരിപ്പിക്കുക. നന്മ തിന്മ തമ്മിലുള്ള ആ യുദ്ധം തന്നെയാണ്, സംഘർഷം തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഇരുവശത്തും, ഈ നന്മ തിന്മകളുടെ ഇരുവശത്തുമായിട്ട് വിവിധ കഥാപാത്രങ്ങളെ ഈ ഭാഗത്ത് നമ്മൾ കണ്ടു. ഒരു വശത്ത് സ്ത്രീയുണ്ട്, ശിശുവുണ്ട്, മിഖായേലും ദൂതന്മാരുമുണ്ട്, കുഞ്ഞാടുണ്ട്, കുഞ്ഞാടിൻ്റെ അനുയായികളുണ്ട്. ഇനി മറുവശത്താണെങ്കിലോ വ്യാളിയും സർപ്പവും അതിൻ്റെ ദൂതന്മാരും, കടലിൽ നിന്ന് വരുന്ന മൃഗവും പിന്നെ കരയിൽ നിന്ന് വരുന്ന മൃഗവും ഒക്കെയുണ്ട്. അപ്പോൾ ഈ നന്മ തിന്മകൾ തമ്മിലുള്ള ആ ഒരു പോരാട്ടമാണ് ഇവിടെ അവതരിപ്പിക്കുക. പക്ഷേ ഉറപ്പില്ലാത്ത മണൽത്തിട്ടയിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന സർപ്പമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ ആക്രമണം അത് പരാജയത്തിലേ അവസാനിക്കുകയുള്ളൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ നമുക്കൊരിക്കലും ഇതിനെ ഭയപ്പെടേണ്ടതായിട്ടില്ല. മണലിൽ പണിത കെട്ടിടത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അത് തകർന്നു വീഴും. അതുപോലെ തന്നെയാണ് ഈ തിന്മയുടെ ശക്തികളുടെ സാത്താൻ്റെ ആക്രമണവും. മണലിൽ ചവിട്ടി നിൽക്കുന്ന അവയുടെ ആക്രമണം അത് പരാജയത്തിലേ അവസാനിക്കുകയുള്ളൂ. ഭൗമിക വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ അത് നമ്മെ ആക്രമിക്കുന്നു. ഇനി അവയാണ് വിജയം ഭരിക്കുന്നത്. കാരണം രക്തസാക്ഷികൾ, ദൈവജനം മരിച്ചു വീഴുമ്പോൾ അത് പരാജയമായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടാം. എന്നാൽ ആരാധന സമൂഹം സ്വർഗീയ വീക്ഷണത്തിൽ തിരിച്ചറിയുന്നത് എന്താണ്? തങ്ങൾക്കാണ് ആത്യന്തിക വിജയം എന്ന്. അപ്പോൾ ഇവിടെ ആ ആരാധന സമൂഹത്തിന് ലഭിക്കുന്ന സംരക്ഷണത്തിൻ്റെ വിവരണം ഇനി തുടർന്നും വിവരിക്കും. 15-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം വരെ ഈ സംരക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ തിന്മയുടെ ശക്തികളെയും അവയുടെ കൂടെ നിൽക്കുന്നവരെയുമൊക്കെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവയുടെ മേൽ വിധി പ്രസ്താവിക്കുന്നതും കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുന്നവർ സംരക്ഷിക്കപ്പെടുന്നതും ഒക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നും സംരക്ഷിക്കപ്പെടും, ദൈവജനം എന്നും ദൈവ പരിപാലനയിലാണ് എന്ന് നാം കാണുന്നു. നാം 12-ാം അധ്യായത്തിൽ ആരംഭത്തിൽ കണ്ട ആ സ്ത്രീയുടെ പ്രതീകമുണ്ടല്ലോ, അത്
പിന്നീടുള്ള അധ്യായങ്ങളിൽ, അവസാന അധ്യായങ്ങളിൽ പുതിയ ജെറൂസലമായിട്ട് കടന്നു വരുന്നു. ഈ സ്ത്രീ, ഈ ദൈവജനം, അവൾ കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ ദൈവം തന്നെ അവളെ, ഈ നഗരത്തെ പ്രകാശിപ്പിക്കും. ഇനി അവൾ ധരിക്കുന്ന വസ്ത്രം വിശുദ്ധരുടെ നന്മ പ്രവൃത്തികൾ തന്നെയാണ്. ഇവൾക്ക് ലഭിക്കുന്ന ആ ജീവൻ്റെ പോഷണം അത് ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നാണ്. ജീവൻ്റെ നദിയാണ് ആ നഗരത്തിലൂടെ ഒഴുകുന്നത്. അതിൽ നിന്നാണ് അവർ സമൃദ്ധിയായിട്ട് കുടിക്കുന്നത്. അപ്പോൾ വിശ്വസ്തയോടെ നിൽക്കുന്ന ആ ദൈവജനം കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് തീരുന്നു. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന ആ സ്ത്രീയുടെ ചിത്രം അത് വെളിപാടിൻ്റെ അവസാന അധ്യായം വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് എത്തിച്ചേരുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ ഒരു വിവരണം തന്നെയാണ് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ആ ആരാധന സമൂഹം. അവസാനം അവളെ അവതരിപ്പിക്കുന്നത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം തന്നെയാണ്. നന്മ തിന്മകളുടെ ഇടകലർന്ന ദൃശ്യങ്ങൾ ഇവിടെയുണ്ട്. ദൈവജനം രക്ഷയ്ക്കായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാത്താൻ ഇവളെ പരാജയപ്പെടുത്തുവാനായിട്ട്, ഇവളുടെ ഉദ്യമങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ രക്ഷ അപ്രാപ്യമാക്കുവാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നു. പക്ഷേ രക്ഷകൻ വരികയും ഇവളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. രക്ഷയിലേക്ക് ഇവൾ കടന്നു വരുന്നു. അപ്പോൾ സാത്താൻ്റെ പരാജയപ്പെട്ട സാത്താൻ സഭയ്ക്കെതിരെ തിരിയുന്നതും പിന്നീട് അതിൻ്റെ അവസാന ഭാഗത്ത് വിവരിച്ചിരിക്കുന്നു. ഒരു തലത്തിൽ നോക്കുമ്പോൾ തിന്മയുടെ ശക്തിയുടെ സംഹാരതാണ്ഡവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രമാത്രം തിന്മയുടെ ശക്തികൾ ഈ ദൈവജനത്തിനെതിരെ തിരിഞ്ഞാലും അവസാനം ഈ ശക്തികളെല്ലാം പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമാക്കുന്നു. രക്ഷാകര ചരിത്രം പൂർണ്ണതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദൈവജനത്തിൻ്റെ വിജയാഘോഷങ്ങളും ഇവിടെ മുഴങ്ങുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ വിവരണം, ഈ പോരാട്ടം വെറും ലൗകിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമല്ല, അത് വിശാലമായ അർത്ഥത്തിൽ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെല്ലാം അത് ദൈവത്തിൻ്റെ ഇടപെടലാൽ, ദൈവജനത്തിൻ്റെ പ്രവൃത്തികളാൽ അത് പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് കടന്നു വരുമ്പോൾ അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചിത്രം. അപ്പോൾ രക്ഷാകര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി 11, 12 അധ്യായങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കാം. 11-ാം അധ്യായവും 12-ാമത്തെ അധ്യായവും വെളിപാടിലെ വിവരണത്തിൻ്റെ കേന്ദ്രഭാഗമാണെന്ന് നമുക്കറിയാം. 22 അധ്യായങ്ങളിലുള്ള ഈ വിവരണത്തിലെ കേന്ദ്രഭാഗമാണ് 11, 12 അധ്യായങ്ങൾ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ അവസാന രംഗമാണ് 11-ാമത്തെ അധ്യായം, 2-ാമത്തെ ഭാഗത്തിൻ്റെ പ്രാരംഭമാണ് 12-ാമത്തെ അധ്യായം. ഇനി ഈ 2 അധ്യായങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. കാരണം ഇവരുപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ സമാനങ്ങളാണ്. ഉദാഹരണം, സമയത്തെക്കുറിച്ചുള്ള പ്രതീകങ്ങൾ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും, അല്ലെങ്കിൽ 1260 ദിവസവും 42 മാസവും 3.5 വർഷവും എല്ലാം ഒരേ കാലയളവ് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അത് 11-ാമത്തെ അധ്യായം അനുസരിച്ച് ദൈവജനം സാക്ഷ്യം നൽകുന്ന സമയമാണ്. 12-ാമത്തെ അധ്യായത്തിലോ അത് ദൈവം സംരക്ഷണം നൽകുന്ന സമയമാണ്. അപ്പോൾ വെളിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് ഈ 2 അധ്യായങ്ങളിലുള്ളത്. ദൈവജനത്തിൻ്റെ കടമ എന്താണ്? സാക്ഷ്യം നൽകുക. ആ 2 സാക്ഷികൾ 11-ാം അധ്യായത്തിലെ
രണ്ട് സാക്ഷികൾ സാക്ഷ്യം നൽകിയതുപോലെ ജീവൻ ത്യജിച്ചും സാക്ഷ്യം നൽകുക. ഇനി മറുവശത്ത് ഈ സാക്ഷ്യം നൽകുന്ന ദൈവജനത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണം എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത് സാക്ഷ്യം നൽകുവാനായിട്ട്? അപ്പോൾ വെളിപാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് വേണമെങ്കിൽ ഈ രണ്ട് അധ്യായങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്ന്, സാക്ഷ്യം നൽകുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് വെളിപാട് ഗ്രന്ഥം ആരാധന സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. രണ്ട്, നിങ്ങളൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. തിന്മയുടെ ശക്തികൾ നിങ്ങൾക്കെതിരെ ആർത്തലച്ചു വന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവയെ ആത്യന്തികമായിട്ട് ക്രിസ്തു കുരിശുമരണത്താൽ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവയ്ക്ക് അല്പമെങ്കിലും ശക്തി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും തുടച്ച് നീക്കപ്പെടും. ഇനി ഇവയെ പരാജയപ്പെടുത്തുവാനായിട്ട് ദൈവജനത്തിനും സാധിക്കും, അവരുടെ വിശ്വസ്തതാപൂർവമുള്ള സാക്ഷ്യം വഴിയായിട്ട്. അപ്പോൾ ആ രണ്ട് സന്ദേശങ്ങൾ ഈ രണ്ട് അധ്യായങ്ങളിൽ കാണാം. നമുക്കിനി ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ 12-ാമത്തെ അധ്യായത്തിൽ തിന്മയുടെ ശക്തികളെ, സ്ത്രീയുടെ പ്രതീകത്തോടൊപ്പം തിന്മയുടെ ശക്തികളെ അവതരിപ്പിച്ചു. ഇനി ഈ ശക്തികളെക്കുറിച്ചാണ് ഇനി 13-ാമത്തെ അധ്യായത്തിൽ കൂടുതൽ വിവരിക്കുന്നത്. ഇപ്പോൾ ദൈവജനവുമായി സംഘർഷത്തിലേർപ്പെടുന്ന ആ തിന്മയുടെ ശക്തികൾ. അപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്യം വായിക്കും. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 കിരീടങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ നാമങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മൃഗം എന്ന പ്രതീകം, അത് വീണ്ടും വേറൊരു മൃഗത്തെക്കുറിച്ച് രണ്ടാമത് പറയുന്നുണ്ട്. ഇപ്പം മൃഗം എന്നുള്ള ആ പ്രതീകം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേരിയോൺ എന്നുള്ള പദമാണ്. അപ്പോൾ തിന്മയുടെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രതീകമാണ് ഈ മൃഗമെന്ന് പറയുന്നത്. ഈ രണ്ടാം ഭാഗത്ത് ഈ തേരിയോൺ എന്നുള്ള പദം 38 പ്രാവശ്യമാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തെയും ക്രിസ്തുവിനെയും ദൈവജനത്തെയും എതിർക്കുന്ന ശക്തിയാണ് ഈ മൃഗത്തിൻ്റെ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ 3 ശക്തികളെയാണ് ഇവിടെ കാണുക. ആദ്യം മഹാവ്യാളിയെ നമ്മൾ കാണുന്നു. 12-ാം അധ്യായത്തിൽ നമ്മൾ ആ സ്ത്രീയുടെയും മഹാവ്യാളിയുടെയും പ്രതീകം കണ്ടു. വീണ്ടും 12-ാം അധ്യായത്തിൽ അവസാനവും കാണുന്നുണ്ട്. പിന്നെ കടലിൽ നിന്ന് വരുന്ന ഒരു മൃഗം, 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. വീണ്ടും ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന വേറൊരു മൃഗം, 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇവയെ പൈശാചിക തൃത്വങ്ങൾ എന്ന് പറയാം. അപ്പോൾ തിന്മയുടെ 3 വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവ എന്ന് കാണാം. ഇപ്പോൾ പൈശാചിക തൃത്വം എന്ന് പറയുന്നതിന് വേറെ കാരണമുണ്ട്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ ദൈവിക തൃത്വത്തെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. പിതാവായ ദൈവവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും. അപ്പോൾ ഇതിന് പാരഡി എന്ന വിധത്തിലാണ് ഈ പൈശാചിക തൃത്വത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സഭയെ പീഡിപ്പിക്കുവാനായിട്ട് സർപ്പം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ മൃഗങ്ങൾ. അപ്പോൾ ഇവയെല്ലാം ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒക്കെ പ്രതീകങ്ങളാണ് എന്നുള്ള അതിൻ്റെ പാരഡി ചിത്രങ്ങളാണ് എന്ന് നമ്മൾ കാണും. അപ്പോൾ ഈ 3 തിന്മയുടെ ശക്തികൾ, പൈശാചിക തൃത്വങ്ങൾ, അപ്പോൾ നന്മയുടെ ദൈവിക തൃത്വത്തിന് പാരഡിയായിട്ടുള്ള, അപ്പോൾ ഇവയുടെ അവതരണത്തിൽ നമുക്ക് പലപ്പോഴും അതിന് സമാനമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ കാണാം. ദൈവിക തൃത്വത്തെക്കുറിച്ച് പറയുന്നതിന് സമാനമായിട്ടുള്ള പ്രതീകങ്ങൾ. എന്നാൽ അവയിലെ പൊള്ളത്തരം അത് ഈ പാരഡി ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കിടക്കാം. കടലിൽ നിന്ന് വരുന്ന ആ മൃഗം, അതുപോലെ തന്നെ ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന ആ മൃഗം, ഇത് രണ്ടും പഴയ നിയമത്തിൽ നിന്നെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ചിത്രം, കരയിലെ
ബെഹോമോത്ത് എന്ന് പറയുന്ന ആ മൃഗം, അല്ലെങ്കിൽ കടലിലുള്ള ലെവിയാത്തൻ. അപ്പോൾ ഈ രണ്ട്, അപ്പോൾ കരയിലുള്ള ആ മൃഗം, കടലിലുള്ള ലെവിയാത്തൻ, അപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രതീകങ്ങൾ ഈ വെളിപാടിലുള്ള വിവരണത്തിലും അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വാധീനം നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. ഒരു യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവം 5-ാമത്തെ ദിവസമാണ് ഈ രണ്ട് ജീവികളെ, ബെഹോമോത്തിനെയും ലെവിയാത്തനെയും സൃഷ്ടിച്ചത് എന്നത്രേ. പക്ഷെ അതോടൊപ്പം തന്നെ അവർ പറയുന്നു ഈ തിന്മയുടെ ശക്തികൾ യുഗാന്ത്യത്തിൽ അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടും. അപ്പോൾ തിന്മയുടെ ശക്തികൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അത് ഇനി വീണ്ടും അത് നശിപ്പിക്കപ്പെടാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ആദ്യത്തെ മൃഗത്തിൽ പാതാളത്തിൽ വരുന്ന മൃഗവും ബാബിലോണിനെ വഹിക്കുന്ന മൃഗം, അത് നമ്മൾ പിന്നീട് 17-ാം അധ്യായത്തിൽ കാണും, ഒക്കെ നമ്മൾ കാണുന്നു. ഇത് ക്രിസ്തുവിൻ്റെ പ്രതിയോഗിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളെക്കുറിച്ച് അവ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വണക്കം.